കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതര ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിവാദ സ്ഥാപനം ഫ്രഷ് കട്ടിന്റെ ഇടപെടൽ ഉണ്ടായെന്നാണ് ആരോപണം. കോഴിക്കോട് മലയോരത്തെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് ഫ്രഷ് കട്ട് ഉടമകളുടെ താൽപര്യപ്രകാരമെന്ന യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വി.കെ. കബീറിന്റെ വെളിപ്പെടുത്തൽ. ഫ്രഷ് കട്ടിനെതിരെ സമരം നടത്തിയ കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചു. കമ്പനിക്ക് താൽപര്യമുള്ള ആളുകളെ തിരികെ കയറ്റിയെന്നും വെളിപ്പെടുത്തൽ. കോഴിക്കോട് താമരശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഗുരുതര ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് വിവാദ സ്ഥാപനമായ ഫ്രഷ് കട്ടിന്റെ ഉടമകളാണെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വി.കെ. കബീറിന്റെ വെളിപ്പെടുത്തൽ. ഫ്രഷ് കട്ടിനെതിരെ സമരരംഗത്തുള്ള നേതാക്കളെ വെട്ടിമാറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കമ്പനിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് നീക്കം. തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ മത്സരരംഗത്തു നിന്ന് പോലും മാറ്റി നിർത്താൻ സാധിക്കുന്ന തരത്തിൽ UDF നേതൃത്വത്തിൽ കമ്പനി ഉടമകൾക്ക് സ്വാധീനമുണ്ടെന്നും കബീർ പറയുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത ഈ പ്രമുഖ നേതാക്കന്മാരെ വ്യക്തമായി വീക്ഷിച്ച് കമ്പനിയുടെ നിർദ്ദേശമനുസരിച്ച് അവരെ സ്ഥാനാർത്ഥികൾ ആക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ലക്ഷ്യം നാട് ഭരിക്കുന്ന ആളുകളിൽ അവർക്ക് സ്വാധീനമുള്ള വ്യക്തികളെ കുത്തിത്തിരിക്കുക എന്നുള്ളതാണ്. താമരശ്ശേരി പുതുപ്പാടി മേഖലകളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പേയ്മെന്റ് സീറ്റ് ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്.